അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഡിസോസിയേഷൻ ആൻഡ് പ്രീ ഡിസോസിയേഷൻ ആണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് നോക്കാറുള്ള ടേംസ് എന്ന് പറഞ്ഞാൽ ചോദിക്കാറുണ്ട് ഈ ക്വസ്റ്റ്യൻ. മെയിനായിട്ടുള്ള ടേംസ് എന്ന് പറഞ്ഞാൽ ഡിസോസിയേഷൻ എനർജി, ഡിസോസിയേഷൻ പ്രൊഡക്ട്സ് ഒക്കെയാണ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ രണ്ട് വേയിലാണ് നമ്മൾ ആദ്യം ഈ ഇലക്ട്രോണിക് എക്സൈറ്റേഷൻ എങ്ങനെയാണ് ഡിസോസിയേഷൻ ആവുന്നതെന്നുള്ളത് രണ്ട് പോസിബിലിറ്റി ആണുള്ളത്. അതായത് രണ്ട് സ്റ്റേറ്റുകളുടെ ഇടയിലാണ് ഈ ഇലക്ട്രോണിക് എക്സൈറ്റേഷൻ നടക്കാമല്ലോ. അപ്പോൾ അതിൽ ആ ഡിസോസിയേഷന് കാരണമാകുന്ന സ്റ്റേറ്റുകൾ എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ രണ്ട് കേസാണ് പറയുന്നത്. ഒന്നാമത്തെ കേസ്, അതിലിപ്പോൾ രണ്ട് കേസിൻ്റെയും എന്താ പറയുക ഫിഗർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കേസിലും എന്താണ് ആദ്യത്തെ കേസ് നോക്കുന്ന സമയത്ത് ആദ്യത്തെ കേസിൻ്റെ പേര് ഡിസോസിയേഷൻ ബൈ എക്സൈറ്റേഷൻ ഇൻ ടു എ സ്റ്റേബിൾ അപ്പർ സ്റ്റേറ്റ്. ഇതിൽ എന്താ പ്രത്യേകത? താഴെ ഒരു സ്റ്റേറ്റ് ഉണ്ട്, ഗ്രൗണ്ട് സ്റ്റേറ്റ് ഉണ്ട്, മുകളിൽ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഉണ്ട്, താഴെ ഡബിൾ ഡാഷ്, മുകളിൽ സിംഗിൾ ഡാഷ്. അതുപോലെ റൈറ്റ് സൈഡിലെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ താഴെയുള്ളത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സാധാ പോലത്തെ കർവാണ്, മുകളിലുള്ളത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള കർവാണ്, അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂവും കർവാണ് ഉള്ളത്. ലെഫ്റ്റ് സൈഡിലെ ഫിഗർ ആണെങ്കിൽ രണ്ടും സ്റ്റേബിൾ ആയിട്ടുള്ളതാണ്. അപ്പം ലെഫ്റ്റ് സൈഡിലെ ഫിഗറിൽ സ്റ്റേബിൾ ആയിട്ടുള്ള എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ് ഉള്ളത്. അപ്പോൾ ഡിസോസിയേഷൻ ബൈ എക്സൈറ്റേഷൻ ഇൻ ടു എ സ്റ്റേബിൾ അപ്പർ സ്റ്റേറ്റ് ആണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇക്വിലിബ്രിയം ന്യൂക്ലിയർ സെപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? താഴത്തേക്കാളും മുകളിലാണ്, അത് റൈറ്റിലായിട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടല്ല നിൽക്കുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയം ന്യൂക്ലിയർ സെപ്പറേഷൻ അല്ലെങ്കിൽ ഇൻ്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടുന്ന സിറ്റുവേഷനാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ മോർസ് കർവ് വഴി നമ്മൾ ഡാഷ്ഡ് ലൈൻ മോർസ് കർവ് വഴി ഇങ്ങനെ വരച്ച് നമ്മുടെ ഈ ഡാഷ്ഡ് ലൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ എന്താണ്? ഡിസോസിയേറ്റ് ചെയ്യുന്ന ആ ഒരു പൊസിഷനിലാണ്. അതാണല്ലോ കർവ് അവിടെ എൻഡ് ആവുന്നത്. അപ്പോൾ അതാണ് നമ്മൾ സൂചിപ്പിക്കുക. നമ്മളിപ്പോൾ V=0 ഗ്രൗണ്ട് സ്റ്റേറ്റ് എടുക്കുന്ന സമയത്ത് D0 ഡബിൾ പ്രൈം എന്ന് പറയും. അതല്ല എക്സൈറ്റഡ് സ്റ്റേറ്റിൻ്റെ കേസാണെങ്കിൽ D0 സിംഗിൾ പ്രൈം എന്ന് പറയും. അതിൻ്റെ ഡിസോസിയേഷൻ ഡിസോസിയേഷൻ നടക്കാൻ വേണ്ടിയിട്ട് എത്ര എനർജി വേണം, ആ ഒരു വാല്യൂവിനെ നമ്മൾ D0 എന്നാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ കേസ് നമ്മൾ നോക്കുന്ന സമയത്ത് ടോട്ടൽ എനർജി ഓഫ് ഡിസോസിയേഷൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് താഴെ വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പം ഇപ്പോൾ ആ ഗ്രാഫ് ഒന്നുകൂടെ കൊടുത്തിട്ടുണ്ട്. താഴെയുള്ളത് D0 ഡബിൾ ഡാഷ്, മുകളിലുള്ളത് D0 സിംഗിൾ ഡാഷ്. അവർ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇ എക്സ്റ്റേണൽ എന്ന് പറയുന്ന ടേം വെച്ചാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് EX. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ D0 ഡബിൾ ഡാഷ് മാത്രമേ ഉള്ളൂ. അപ്പർ സ്റ്റേറ്റിലാണെങ്കിൽ D0 ഡബിൾ ഡാഷും ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു ഇ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞ എക്സ്ട്രാ ടേമും കൂടെ വരുന്നുണ്ട്, ഒരു ഡിഫറൻസ്. അപ്പോൾ ആ ഒരു കേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇനി ഈ എനർജി എക്സൈറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡിസോസിയേഷൻ ആവശ്യമായിട്ടുള്ള എനർജിയാണ്. അപ്പോൾ അതിൽ ലോവർ വേവ് നമ്പർ ലിമിറ്റ്, താഴെയുള്ള വേവ് നമ്പർ, ഇതിൻ്റെ ഇടയിൽ വേവ് നമ്പർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ, E0 എന്നൊക്കെ, ന്യൂ0, ന്യൂ ബാർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള വേവ് നമ്പർ പ്രോഗ്രഷനൊക്കെ നമ്മൾ 0 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വേവ് നമ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂവം എത്താനുള്ള ലിമിറ്റ്, അതായത് എപ്പോഴാണ് ഡിസോസിയേഷൻ ഉണ്ടാവുക ആ ഒരു ലിമിറ്റിന് നമ്മൾ V കണ്ടിന്യൂവൽ ലിമിറ്റ് എന്ന് പറയും. അതിൻ്റെ ഇക്വേഷൻ പഠിക്കണം. D∩0 പ്ലസ് E എക്സ്റ്റേണൽ ആണ്, സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ D∩0ൻ്റെ കൂടെ ഒരു E എക്സ്റ്റേണൽ എക്സ്ട്രാ ഒരു എനർജി, അതാണ് നമ്മുടെ ഡിസോസിയേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള എനർജിയുടെ കൂടെ ആവശ്യമുള്ള എനർജി. അപ്പോൾ ആ ഒരു എക്സ്റ്റേണൽ എനർജിയും ഡിസോസിയേഷൻ എനർജിയുടെ സമ്മാണ് ലോവർ ലിമിറ്റ് വരെ വേവ് നമ്പറിൻ്റെ ഒരു ഇക്വേഷൻ പഠിക്കണം. പിന്നെ ഈ ഗ്രാഫും പഠിക്കണം. അതിൽ ഓരോ സ്റ്റേറ്റിലും ഉള്ള വ്യത്യാസങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. സാധാ പോലെ തന്നെ ഇൻ്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസും എനർജി തമ്മിലുള്ള ഗ്രാഫാണ് ഉള്ളത്. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലെയും എക്സൈറ്റഡ് സ്റ്റേറ്റിലെയും ഡിസോസിയേഷൻസിൻ്റെ ഗ്രാഫാണ് ഉള്ളത്. അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എന്താ പറയുക വൈബ്രേഷൻ വഴി ഡിസോസിയേറ്റ് ചെയ്ത് പോകാം, അതല്ല എക്സൈറ്റഡ് ആയിട്ട് അതിൻ്റെ വൈബ്രേഷൻ വഴിയും ഡിസോസിയേറ്റ് ചെയ്ത് പോകാം. അങ്ങനത്തെ രണ്ട് കണ്ടീഷൻസ്. ഇനി നമുക്ക് ഇതിൽ ആവശ്യമുള്ള, ഇപ്പോൾ ഈ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ D0 ഡബിൾ ഡാഷും ഈ എക്സ്റ്റേണൽ രണ്ട് ടേംസാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ന്യൂ ബാർ കണ്ടിന്യൂവൽ ലിമിറ്റ്, അതായത് ആ കണ്ടിന്യൂവൽ ലിമിറ്റിൻ്റെ ലോവസ്റ്റ് ലിമിറ്റ് ലോ റീജിയണിൽ നമുക്ക് ആ ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് രണ്ട് ടേംസാണ് ആവശ്യമുള്ളത്, D0 ഡബിൾ ഡാഷും ഈ എക്സ്റ്റേണലും. അപ്പോൾ അതിൻ്റെ മെഷർമെൻ്റ് ആണ് അടുത്ത പോയിന്റ്. നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് ഈ എക്സ്റ്റേണൽ, അതായത് എക്സൈറ്റേഷൻ എനർജി എത്ര വേണം, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകാനുള്ള എക്സൈറ്റഡ് എനർജി എത്ര വേണം എന്നുള്ള കാര്യം നമുക്ക് അറിയാമെങ്കിൽ
പ്രൊഡക്റ്റിൻ്റെ എക്സൈറ്റേഷൻ എനർജി നമ്മൾ മെഷർ ചെയ്യുക. നമുക്കറിയാമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് D0 ഡബിൾ പ്രൈം ആ ഡിസോസിയേഷൻ എനർജീനെ മെഷർ ചെയ്യാൻ പറ്റും. ന്യൂ ബാർ നമുക്ക് ഓൾറെഡി അറിയാമെങ്കിൽ. അപ്പോൾ നമ്മളിതിൽ മെയിനായിട്ട് നമുക്ക് കിട്ടേണ്ടത് D0 ഡബിൾ ഡാഷ് ഡിസോസിയേഷൻ എനർജി ആണല്ലോ നമ്മുടെ മെയിൻ ടോപ്പിക്ക്. അപ്പോൾ ഡിസോസിയേഷൻ എനർജിയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ എക്സ്റ്റേണൽ മെഷർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ സാധാരണയായിട്ട് മെഷർ ചെയ്യുക എന്ത് വെച്ചിട്ടാണ്, സ്പെക്ട്രോസ്കോപ്പി, അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പി വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുക. അങ്ങനെ സ്പെക്ട്രോസ്കോപ്പിക് നമുക്കൊരു തെർമോ കെമിക്കൽ സ്റ്റഡീസ് വെച്ചിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ കിട്ടും D0. അതിനുശേഷം സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ആക്ച്വൽ വാല്യൂ നമ്മൾ ഈ എക്സ്റ്റേണലിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള നമ്മുടെ വേവ് നമ്പറിൻ്റെ വാല്യൂ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. വി ക്യാൻ മെഷർ, അതായത് സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ് വഴി നമുക്ക് അപ്പോഴും അപ്രോക്സിമേറ്റ്ലി എക്സ്റ്റേണൽ എനർജിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അത് വെച്ചിട്ട് രണ്ടിൻ്റെയും അപ്രോക്സിമേറ്റ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആക്യുറേറ്റ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. D0 ഡബിൾ പ്രൈം പ്ലസ് ഈ എക്സ്റ്റേണലിൻ്റെ ടോട്ടൽ വാല്യൂ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. മറ്റേത് രണ്ടും ഒരു അപ്രോക്സിമേറ്റ്ലി നമുക്ക് കണ്ടുപിടിക്കുന്ന വാല്യൂ ആണ്. അപ്പോൾ ന്യൂബർ അറിയില്ലെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് വഴി തെർമോ കെമിക്കൽ സ്റ്റഡീസ് വഴി അപ്രോക്സിമേറ്റ്ലി നമുക്ക് D0 ഡബിൾ പ്രൈമിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ് വഴി നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ഈ എക്സ്റ്റേണൽ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ D0 ഡബിൾ പ്രൈം പ്ലസ് ഈ എക്സ്റ്റേണൽ കണ്ടുപിടിച്ച് നമുക്ക് ന്യൂബാറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. സാധാരണ D0 ഡബിൾ പ്രൈം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരിക. ഇനിയിപ്പോൾ ഒന്നാമത്തെ കേസായിരുന്നു ഇത്. രണ്ടാമത്തെ കേസ് എന്തായിരിക്കും, ഡിസോസിയേഷൻ ബൈ എക്സൈറ്റേഷൻ ഇൻറ്റു ആൻ അൺസ്റ്റേബിൾ അപ്പർ സ്റ്റേറ്റ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് അപ്പർ സ്റ്റേറ്റ്. അതിൻ്റെ ഗ്രാഫാണ് നമ്മൾ രണ്ടാമത് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. അൺസ്റ്റേബിൾ ആയിട്ടുള്ള അപ്പർ എക്സൈറ്റഡ് സ്റ്റേറ്റ് വരുന്ന സമയത്താണ് ഇത് ഉണ്ടാവുക. അപ്പോൾ അപ്പർ ഇലക്ട്രോണിക് സ്റ്റേറ്റ് അൺസ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ അതിലൊരു മിനിമം എനർജി കർവ് ഇല്ല. മിനിമം എനർജി കർവ് ഉണ്ടാകുന്ന സമയത്താണ് നമുക്ക് ലോവർ ലിമിറ്റ് ഓഫ് കണ്ടിന്യൂം, താഴെയുള്ള ആ ഒരു മിനിമം ലെവൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലെന്താ പ്രത്യേകത, എപ്പോഴാണ് എക്സൈറ്റഡ് ആവുന്നത് അപ്പോൾ തന്നെ ആ മോളിക്യൂൾ ഡിസോസിയേറ്റ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാവും. അതാണ് അതിൻ്റെ പ്രത്യേകത. അൺസ്റ്റേബിൾ ആയിട്ടുള്ള അപ്പർ സ്റ്റേറ്റ് ആയതുകൊണ്ട് ഡിസോസിയേറ്റ് ചെയ്ത ഉടനെ എക്സൈറ്റേഷൻ ചെയ്ത ഉടനെ പ്രൊഡക്റ്റ് ഡിസോസിയേറ്റ് ചെയ്ത വേഗം പ്രൊഡക്റ്റ് ഉണ്ടാവുകയാണ് ചെയ്യുക. മറ്റേതുപോലെ ഇങ്ങനെ എനർജി എക്സൈറ്റേഷൻ കഴിഞ്ഞ് വൈബ്രേഷണൽ റൊട്ടേഷണൽ ഇലക്ട്രോണിക് ലെവൽസിൽ നിൽക്കുന്ന ഒരു പരിപാടി ഇതിലില്ല. അപ്പോൾ നമുക്കിതിൽ ആലങ്കാരികമായിട്ട് പറയുകയാണെങ്കിൽ പ്രൊഡക്ട്സ് ഫ്ലൈ അപ്പാർട്ട് വിത്ത് കൈനറ്റിക് എനർജി, ഈ കൈനറ്റിക്, അതായത് അത്രയും എനർജി അവർക്കുള്ളതുകൊണ്ട് ഡിസോസിയേറ്റ് ചെയ്ത ഉടനെ അവർ പറന്ന് നടക്കുന്ന പോലെയാണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ അതിൽ ഒരു എക്സസ് എനർജി അവർക്ക് കിട്ടുന്ന കാരണമാണ് അവർക്ക് അങ്ങനെ അത്രയും മൂവ്മെൻറ്റ് നടത്താൻ സാധിക്കുന്നത്. ഇനി നമ്മളിതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ എന്താണ്, കൈനറ്റിക് എനർജി ക്വാണ്ടൈസ്ഡ് അല്ല, ലെവൽസ് ഇങ്ങനെ ആയിട്ടല്ല, ക്വാണ്ടൈസ്ഡ് അല്ലാത്ത ഒരു അവസ്ഥയിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ ഈ ലോവർ ലിമിറ്റ് നമുക്ക് നേരത്തെ പോലെ കണ്ടുപിടിക്കാൻ പറ്റും, ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഡിസോസിയേഷൻ എനർജി ഇതിലുണ്ട്, D0 ഡബിൾ പ്രൈമും D0 സിംഗിൾ പ്രൈമും ഉണ്ട്. നേരത്തെക്കാളും കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാം. നേരത്തെ അപ്രോക്സിമേറ്റ്ലി ആണ് നമ്മൾ കണ്ടുപിടിച്ചത്, ഇതിൽ ആക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിലും എന്തുണ്ട്, ഈ എക്സ്റ്റേണൽ എനർജി വരുന്നുണ്ട്. ഈ കൈനറ്റിക് എനർജി കൂടുതൽ കിട്ടുമ്പോഴാണ് ആ പ്രൊഡക്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഡിസോസിയേഷൻ ലിമിറ്റ് നമുക്ക് D0 ഡബിൾ പ്രൈം പ്ലസ് ഈ എക്സ്റ്റേണൽ വഴി കണ്ടുപിടിക്കാൻ പറ്റും. അതിനുശേഷമല്ല, നമുക്ക് ഈ D0ൻ്റെ വാല്യൂ വളരെ ആക്യുറേറ്റ് ആയിട്ട് നമുക്കിതിൽ കുറച്ചും കൂടെ കണ്ടുപിടിക്കാൻ പറ്റും സ്പെക്ട്രോസ്കോപ്പി വെച്ചിട്ട് തന്നെ. അപ്പോൾ നേരത്തെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വ്യത്യാസം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച രണ്ട് വാല്യൂസും ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആയിട്ട് ടോട്ടൽ വാല്യൂ ആക്യുറേറ്റ് ആയിട്ടാണ് കിട്ടിയത്. ഇതിൽ നമുക്ക് എല്ലാ D0 വാല്യൂ തന്നെ നമുക്ക് എന്ത് കിട്ടും, ആക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ടാണ് സം എടുക്കുക. ഒരു വ്യത്യാസം മാത്രമേ. പിന്നെ അപ്പർ സ്റ്റേറ്റിൻ്റെ കാര്യം ആദ്യത്തെ കേസിൽ സ്റ്റേബിൾ ആയിരുന്നു, രണ്ടാമത്തെ കേസിൽ അൺസ്റ്റേബിൾ ആയിരുന്നു. കണ്ടിന്യൂസ് ലൈനാണ് നമുക്ക് കിട്ടുക. ഇനി ഇതിൽ പഠിക്കാനുള്ളത് ഇതിൻ്റെ 2-3 ഇക്വേഷൻസ് ആണ്. അത് നേരത്തെ പറഞ്ഞ ഇക്വേഷൻ തന്നെയാണ് മുന്നത്തെ ക്ലാസ്സിലത്തെ. അതിൻ്റെ ഒരു ചെറിയൊരു ഇക്വേഷൻ, ഒരു ഡെറിവേഷൻ പോലെ ഉണ്ട്. ഡെറിവേഷൻ പഠിക്കേണ്ട, ഫൈനൽ വാല്യൂ മാത്രം പഠിച്ചാൽ മതി. അങ്ങനെ ആ ഡെറിവേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ വൈബ്രേഷൻ ലെവൽസ് കൺവേർജ് ചെയ്യുന്നുണ്ടോ, ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് കൂടാണോ കുറയാണോ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ EV = V+1/2 ω/e XC V+1/2 ഹോൾ സ്ക്വയർ ω/e. ഈ ആയതുകൊണ്ട് നമ്മൾ എപ്സിലോൺ ആയതുകൊണ്ട് നമ്മൾ സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ലെവലും പിന്നെ അതിൻ്റെ രണ്ട് എനർജി ലെവൽ, എക്സൈറ്റേഷൻ നടക്കുന്ന രണ്ട് എനർജി ലെവൽസ് തമ്മിലുള്ള എനർജി സ്റ്റേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം ഡെൽറ്റ EV = EV+1 - EV.
ആ ഒരു സ്റ്റേറ്റ് സീറോയിൽ നിന്ന് വണ്ണിലേക്കുള്ള ഒരു സീറോയിൽ നിന്ന് വണ്ണിലേക്കല്ല, ഒറ്റ ഡിഫറൻസ് ഉള്ള 1 to 2 ആവാം, 2 to 3 ആവാം, 0 to 1 ആവാം, ഏത് വേണമെങ്കിൽ ആവാം, ഒരെണ്ണം ഡിഫറൻസ് ഉള്ള കേസാണ്. അപ്പോൾ നമുക്കിതൊന്ന് റീഅറേഞ്ച് ചെയ്ത് ഡിറൈവ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒമേഗ ഇ ബാർ പുറത്തേക്ക് എടുത്താൽ 1 - 2xc v+1 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് കിട്ടും. ഇക്വേഷൻ പഠിക്കണം. അങ്ങനെ നമുക്ക് ഡിറൈവ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ ആണ്. അപ്പോൾ നമ്മളെന്താണ് ഈ ഡിസോസിയേഷൻ ലിമിറ്റ് കൂടുന്തോറും വി വാല്യൂ കൂടുന്തോറും എന്താണ് അവർ തമ്മിലുള്ള സെപ്പറേഷൻ കൂടി വരാണല്ലോ ചെയ്യുക, അല്ല കുറഞ്ഞ് വരാണല്ലോ ചെയ്യുക. കാരണം ആ വാല്യൂ വരകൾ തമ്മിൽ എന്താണ് മുകളിലേക്ക് പോകുന്നതോറും ഇങ്ങനെ അടുപ്പിച്ച് വരികയാണ് ചെയ്യുക. അപ്പോൾ സെപ്പറേഷൻ കുറഞ്ഞ് വരികയാണ് ചെയ്യുക. നമ്മുടെ ഗ്രാഫ്, അതായത് ഈ ഗ്രാഫിൽ മുകളിലേക്ക് പോകുന്നതോറും V0 നിന്ന് V5ലേക്ക് പോകുന്നതോറും 4ഉം 5ഉം തമ്മിൽ വളരെ ഗ്യാപ്പ് കുറവാണല്ലോ. അപ്പോൾ അങ്ങനെ സെപ്പറേഷൻ കുറഞ്ഞ് വരികയാണ് ചെയ്യുക വി വാല്യൂ കൂടുന്നതിനനുസരിച്ച്. അതുകൊണ്ട് അതിൻ്റെ ഡിസോസിയേഷൻ ലിമിറ്റ് ΔEV ടെൻസ് ടു 0 എത്തുന്ന സമയത്ത് 0 എത്തും ഡിസോസിയേഷൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻക്രീസിങ് വിയുടെ സമയത്ത് വി ഇൻക്രീസ് ചെയ്യുന്ന സമയത്താണ് സെപ്പറേഷൻ കുറഞ്ഞ് വരിക. അങ്ങനെ എപ്പോഴാണ് സെപ്പറേഷൻ കുറഞ്ഞ് 0 ആവുന്നത്, ΔEV ടെൻസ് ടു 0 ആവുന്നത്, അതായത് സെപ്പറേഷൻ 0 ആവുന്നത്, അപ്പോഴാണ് എന്ത് കിട്ടുക? വിയുടെ മാക്സിമം വാല്യൂ കിട്ടുക. കാരണം വി കൂടുന്തോറും സെപ്പറേഷൻ കുറഞ്ഞ് വരികയാണ് ചെയ്യുക. അപ്പോൾ വി മാക്സിമം വാല്യൂ എത്തുന്ന സമയത്ത് സെപ്പറേഷൻ 0 ആയിരിക്കും. ആ ഒരു ലിമിറ്റ് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നേരത്തെ ഇപ്പോൾ പറഞ്ഞ ഇക്വേഷനിൽ വി ഉള്ള സ്ഥലത്ത്, ഈ ഇക്വേഷനിൽ വി ഉള്ള സ്ഥലത്ത് നമ്മൾ വി മാക്സ് ആക്കി എഴുതി, ലിമിറ്റ് കൊടുക്കുന്നതുകൊണ്ട് =0 എന്ന് പറഞ്ഞ് എഴുതി. ഇനി നമ്മൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക വി മാക്സ് =1/2xc - 1 ആണ്. അത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക വി മാക്സിൻ്റെ വാല്യൂ 50 ആയിട്ടാണ് കിട്ടുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നമ്മൾ എൻഹാർമോണിസിറ്റി പഠിക്കുന്ന സമയത്ത് നമ്മൾ എക്സിൻ്റെ വാല്യൂ നമ്മൾ 10⁻² ആയിട്ടാണ് കൊടുക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അത് വെച്ചിട്ടാണ് നമുക്ക് വി മാക്സ് 50 കിട്ടുക. അപ്പോൾ ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ട, പക്ഷേ ഈ ഇക്വേഷൻസ് പഠിക്കണം. അങ്ങനെയാണ്, അതാണ് നമ്മുടെ ഈ ഒരു എന്തിൻ്റെ ഗുണം, ഈ ഒരു ഡിസോസിയേഷൻ എനർജി കാണാനുള്ള വഴി. അങ്ങനെ നമുക്ക് എനർജി ഡിഫറൻസ് കിട്ടും, ആ സ്റ്റേറ്റുകളുടെ എനർജി ഡിഫറൻസ് കിട്ടാനുള്ള ഒരു മെത്തേഡാണ്. ഇനി ഇതിൻ്റെ D0 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ സ്പെക്ട്രോസ്കോപ്പി അങ്ങനത്തെ കാര്യങ്ങളാണ് ഉപയോഗിച്ചത് മറ്റേ കേസിൽ. ഇതിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് D0ൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ കേട്ടോ. മറ്റേത് നമ്മൾ രണ്ടും കൂടെ കൂട്ടിയിട്ട് കണ്ടുപിടിക്കും. D0ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേറൊരു വഴിയാണ് എന്ത്? ഗ്രാഫിക്കൽ ടെക്നിക്ക്. ആ ഗ്രാഫിക്കൽ ടെക്നിക്കിൻ്റെ പേരാണ് ബിർജ് സ്പോണർ പ്ലോട്ട്. D0ൻ്റെ കാൽക്കുലേഷൻ വഴിയാണ്. ഒന്നുമില്ല, നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞ ΔE നമുക്ക് കണ്ടുപിടിച്ച ΔE വെച്ചിട്ട് V+1/2 ΔE, ആ ഒരു രണ്ടും വൈലും എക്സിലും, വൈല് ΔEയും എക്സിൽ V+1/2 എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഗ്രാഫ് വരച്ചു. അപ്പോൾ അതിൽ ഈ ഒരു റെഡ് കളറിൽ കാണിക്കുന്ന ആ ഒരു വരയാണ് ട്രൂ കർവ്. പിന്നെ നമ്മൾ അതിൻ്റെ ലീനിയർ ആയിട്ട് ഒരു എക്സ്ട്രാപോളേഷൻ, അത് നീട്ടി വരച്ചേക്കാണ്. അത് നമുക്ക് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ആ കർവിനെ നീട്ടി വരച്ച സാധനമാണ് ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ളത്. റെഡ് കളറിലുള്ളതാണ് ഒറിജിനൽ കർവ്. അങ്ങനെ എന്ത് ചെയ്തു? നമുക്ക് ഈ D0 വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു സംഭവമാണ് ഈ ഒരു ഗ്രാഫ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? സം ഓഫ് ഏരിയ, അതായത് മൊത്തം ആ കർവ് വരച്ചിട്ട് ആ ഗ്രാഫിൽ ആ കർവിൻ്റെ മൊത്തത്തിലുള്ള ഏരിയ എന്ന് പറയുന്നത് എത്രയാണോ അതിൻ്റെ സം ആയിരിക്കും എന്ത്? ഡിസോസിയേഷൻ എനർജി D0 എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ഇൻ്റർവെൽസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ സക്സസീവ് ഇൻ്റർവെൽസ് ആയിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് വേണം സം എടുക്കാൻ. അപ്പോൾ അതിൽ എവിടെയാണ് ഡിസോസിയേഷൻ ലിമിറ്റ് ഉള്ളത് അതുവരെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ആ ഏരിയ കണ്ടുപിടിക്കണം. 1/2, 3/2, 5/2 ആണ് എക്സ് ആക്സിസിൽ എടുക്കേണ്ടത്. ഏരിയ എന്ത് കിട്ടണം? 0യിൽ നിന്ന് 1 ആവുന്നത് വരെ, അങ്ങനത്തെ ഒരു ലെവലാണ് ഉണ്ടാവുക. അതിന് ശേഷം നമ്മൾ സം എടുത്തത്, നമുക്ക് കൂടുതലായിട്ട് കാൽക്കുലേഷൻ ഒന്നുമില്ല, പക്ഷേ സം എടുത്താലാണ് കറക്റ്റായിട്ട് സക്സസീവായിട്ട് ഇൻ്റർവെൽസ് ഗ്യാപ്പുകൾ ഇട്ടിട്ട് സം എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഡിസോസിയേഷൻ എനർജി കിട്ടുക. അപ്പോൾ ഈ ഗ്രാഫ് ബിർജ് സ്പോണർ ഗ്രാഫ് പ്ലോട്ട് എന്ന് പറയുന്നതാണ് നമ്മൾ D0 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗ്രാഫ്. പിന്നെ നമുക്ക് എന്താണ് ഈ അബ്സോർപ്ഷൻ സ്പെക്ട്ര വഴി നമ്മൾ സാധാ പോലെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഈ എക്സ് അറിയാമെങ്കിൽ D0 നമ്മൾ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് നമുക്ക് 0 ട്രാൻസിഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ D0 ഡബിൾ പ്രൈം = എനർജി ഓഫ് 0 പ്ലസ് D0 സിംഗിൾ പ്രൈം മൈനസ് E എക്സ്റ്റേണൽ എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് D0 ഡബിൾ പ്രൈം കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണ്
D0 സിംഗിൾ പ്രൈം നമ്മൾ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ D0 ഡബിൾ പ്രൈം നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളതാണ് രണ്ടാമത്തെ മെത്തേഡിൻ്റെ കാൽക്കുലേഷൻ. ഇനി അടുത്ത ടേമാണ് ഇപ്പോൾ ഡിസോസിയേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ഡിസോസിയേഷൻ ലിമിറ്റ്, ഡിസോസിയേഷൻ എനർജി, അങ്ങനത്തെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് പ്രീ ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും, ഡിസോസിയേഷന് മുമ്പുള്ള എന്തോ ഒരു സംഭവമാണെന്ന് മാത്രം മനസ്സിലാവുണ്ടാവും. അപ്പോൾ പ്രീ ഡിസോസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു മോളിക്യൂളിൽ കുറേ വൈബ്രേഷണൽ ട്രാൻസിഷൻസ് കിട്ടി, വൈബ്രേഷണൽ സ്ട്രക്ചർ ഉണ്ട്, റൊട്ടേഷണൽ സ്ട്രക്ചർ ഉണ്ട്, പ്രോഗ്രഷൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ചില സമയത്ത് ഈ റൊട്ടേഷണൽ സ്ട്രക്ചർ ഒന്നുകിൽ ബ്ലർഡായിട്ട് വരും, അല്ലെങ്കിൽ ചില കണ്ടിന്യൂവം ഇടയിലൊക്കെ വരുന്ന നമ്മളൊരു സിറ്റുവേഷൻസ് കാണും. ബ്ലർഡായിട്ടോ കണ്ടിന്യൂവം വരുന്ന, അതായത് നമ്മൾ ക്വാണ്ടൈസ്ഡ് അല്ലാതെ വെറുതെ വരുന്ന സാധനങ്ങളൊക്കെ കാണാറുണ്ട് ഈ വൈബ്രേഷണൽ ക്വാണ്ടം നമ്പർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച്. അപ്പോൾ ഒരു ഹയർ വേവ് നമ്പറിലാണ് സാധാരണഗതിയിൽ നമ്മൾ കണ്ടിന്യൂവം കാണാറ്, ഡിസോസിയേറ്റ് ചെയ്യും എന്നിട്ട്, അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ചില സമയത്ത് എന്ത് സംഭവിക്കും, ഫൈനൽ ഹയർ വേവ് നമ്പറിൽ കണ്ടിന്യൂവം വരുന്നതിന് പകരം സെൻറ്ററിൽ കണ്ടിന്യൂവം വരും. അതായത് 0, 1, 2, 3 അങ്ങനെ വരുന്ന സമയത്ത് ഇടയിൽ, ഇപ്പോൾ ഇതിലിപ്പോൾ കൊടുത്തിട്ടുള്ളൊരു എക്സാമ്പിൾ 6, 7, 8, 9, 10, 11 കൊടുത്തിട്ടുള്ള സമയത്ത് 6 to 11 ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ കണ്ടിന്യൂവം വരുന്നത് എന്താണ്, ഈ 8ലും 9ലും ആയിട്ടാണ് കണ്ടിന്യൂവം. അതായത് സെൻട്രൽ കണ്ടിന്യൂവം വരുന്ന കേസാണ്. അതിനാണ്, അതായത് എപ്പോഴാണോ ശരിക്കും ഉള്ള ഡിസോസിയേഷൻ ലിമിറ്റ് എന്താണോ അതിന് തൊട്ട് താഴെയായിരിക്കും ഈ ഒരു കണ്ടിന്യൂവം കാണുന്നത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും മുൻപ്, ഡിസോസിയേഷന് മുൻപ്, ആ ലിമിറ്റിന് മുൻപ് എന്ത് വരുന്നുണ്ട്, കണ്ടിന്യൂവം വരുന്നുണ്ട്. ആ ഒരു ലിമിറ്റിനെ അല്ലെങ്കിൽ ആ ഒരു ഫിനോമിനെ പറയുന്ന കാര്യമാണ് പ്രീ ഡിസോസിയേഷൻ. ഡിസോസിയേഷന് മുൻപ്, ഡിസോസിയേഷന് താഴെയായിട്ട് കാണുന്ന സെൻട്രൽ കണ്ടിന്യൂവം ഉണ്ടാകുന്ന ആ ഒരു ഫിനോമിന നമ്മൾ എന്താ പറയുക, പ്രീ ഡിസോസിയേഷൻ എന്ന് പറയാം. അപ്പോൾ ഈ പ്രീ ഡിസോസിയേഷൻ വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവാം മോഴ്സ് കർവിൽ ഏതെങ്കിലും രണ്ട് എക്സൈറ്റഡ് സ്റ്റേറ്റുകൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോഴാണ്. ആ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഏതെങ്കിലും വരകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴാണ് എന്ത് ചെയ്യുക, നമുക്ക് ഈ ഒരു പ്രീ ഡിസോസിയേഷൻ്റെ പോസിബിലിറ്റി അല്ലെങ്കിൽ സെൻട്രൽ കണ്ടിന്യൂവത്തിൻ്റെ പോസിബിലിറ്റി അവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ അതിൽ ആ രണ്ട് എക്സൈറ്റഡ് സ്റ്റേറ്റുകൾ തമ്മിലുള്ള കൂട്ടിയിടിക്കലാണ്. അതിൽ ഒരെണ്ണം എന്തായിരിക്കും, സ്റ്റേബിൾ ആയിട്ടുള്ള എക്സൈറ്റഡ് സ്റ്റേറ്റ് ആയിരിക്കും, മറ്റേത് ഒരു കണ്ടിന്യൂവസ് ആയിട്ടുള്ള സ്റ്റേറ്റും ആയിരിക്കും, കണ്ടിന്യൂവം സ്റ്റേറ്റും ആയിരിക്കും. അതിൽ നമുക്ക് ആ ഗ്രാഫ് നിന്നാണ് നമുക്ക് കറക്റ്റ് മനസ്സിലാവുക. കണ്ടോ, ഇപ്പോൾ ഈ ഒരു ഗ്രാഫിൽ ഒരു സ്റ്റേറ്റിനെ മറ്റൊരു സ്റ്റേറ്റ് ഇടയിൽ കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യാണ്. ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗത്താണ് പ്രീ ഡിസോസിയേഷൻ്റെ പോസിബിലിറ്റി ഉള്ളത്. അപ്പോൾ അതിൽ എന്തുകൊണ്ടാണ് ഈ പ്രീ ഡിസോസിയേഷൻ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫിനോമിന ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻറ്റേർണൽ കൺവേർഷൻ നടക്കുന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും മറ്റേ ജബ്ലോൺസ്കി ഡയഗ്രത്തിൽ ഇൻറ്റേർണൽ കൺവേർഷൻ, ഇൻ്റർ സിസ്റ്റം ക്രോസിങ്, ഫ്ലൂറസെൻസ്, ഫോസ്ഫറസ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഇൻറ്റേർണൽ കൺവേർഷൻ എന്നൊരു സംഭവമുണ്ട്. റേഡിയേഷൻലെസ് കൺവേർഷനാണ് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക്. അപ്പോൾ ഇലക്ട്രോൺസ് ഇൻറ്റേർണൽ കൺവേർഷൻ നടക്കാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടാകുന്ന സമയത്താണ് ഈ സ്പെക്ട്രത്തിൽ നമുക്ക് പ്രീ ഡിസോസിയേഷൻ കിട്ടുക. അപ്പോൾ ഈ രണ്ട് കർവുകൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടാകും, ഒരു ഇൻറ്റേർണൽ കൺവേർഷൻ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ സംഭവിക്കാൻ കാരണം അവരുടെ ന്യൂക്ലിയർ ജോമെട്രീസ് സെയിം ആകുമ്പോഴാണ്, ഒരേപോലത്തെ ജോമെട്രി വരുമ്പോഴാണ് ഇൻറ്റേർണൽ കൺവേർഷൻ നടക്കുക, ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോഴാണ് അവിടെ ഒരു പ്രീ ഡിസോസിയേഷൻ സ്പെക്ട്ര കാണുക. അപ്പോൾ നമ്മളിപ്പോൾ റൊട്ടേഷണൽ ഈ ഇലക്ട്രോണിക് ലെവൽസിൻ്റെ ഇടയിൽ എന്തുണ്ട്, വൈബ്രേഷൻ ലെവൽസ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ ഉള്ളിൽ റൊട്ടേഷണൽ ലെവൽസ് ഉണ്ട്. ചില സമയത്ത് ഈ റൊട്ടേഷൻ നടക്കുന്നതിനേക്കാളും ഫാസ്റ്ററായിട്ട് എന്ത് സംഭവിക്കും, ഇൻറ്റേർണൽ കൺവേർഷൻ നടക്കും. അതിനേക്കാൾ സ്പീഡിൽ നടക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉള്ളത്. പക്ഷേ റൊട്ടേഷനേക്കാളും സ്പീഡ് കൂടുതലും വൈബ്രേഷനിലേക്കാളും സ്പീഡ് കുറവായിരിക്കും. അതുകൊണ്ടാണ് നമുക്കിത് വിസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഒരു മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യുന്നതിന് മുൻപ് എന്നാൽ വൈബ്രേറ്റ് ചെയ്യുന്നതിന് ശേഷം, അതായത് റൊട്ടേറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് റൊട്ടേഷൻ നടക്കും. പക്ഷേ റൊട്ടേറ്റ് ചെയ്യുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻറ്റേർണൽ കൺവേർഷൻ നടക്കുന്നുണ്ട്. അങ്ങനത്തെ കേസിലാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാ റൊട്ടേഷൻ നടന്നു എന്ന് വിചാരിക്കുക. ആ റൊട്ടേഷണൽ ഫൈൻ സ്ട്രക്ചർ, നമ്മൾ വൈബ്രേഷണൽ കോവേർട്ട് സ്ട്രക്ചർ എന്ന് പറഞ്ഞു, റൊട്ടേഷണൽ ഫൈൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞു, കറക്റ്റായിട്ടുള്ള സാധനം, ലൈൻസൊക്കെ ഉള്ള സംഭവം. അപ്പോൾ ഈ മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ്, റൊട്ടേഷൻ ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കൊടുക്കുന്നില്ല, അതിന് മുന്നേ പ്രീ ഡിസോസിയേഷൻ നടക്കുകയാണ്. പക്ഷേ വൈബ്രേഷണൽ സ്ട്രക്ചർ എത്തിയിട്ടില്ല. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നതിന് മുൻപ് വൈബ്രേഷൻ ചെയ്തതിന് ശേഷം അങ്ങനത്തെ ഒരു
ഇടയിലാണ് നമ്മുടെ എന്ത് വരിക, ഈ ഒരു ക്രോസ് ഓവർ വരിക. നമ്മൾ ക്രോസ് ഓവർ എന്നാണ് പറയുക. വൈബ്രേഷണൽ ടൈമിനേക്കാളും ഫാസ്റ്റായിട്ടാണ് നടക്കുക. നടന്നാൽ എന്ത് സംഭവിക്കും, അവിടെ ഒരു കണ്ടിന്യൂവാൻ നടക്കും. അപ്പോൾ മോളിക്യൂൾ റൊട്ടേഷൻ ചെയ്യുന്നതിന് മുൻപ് റൊട്ടേഷൻ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ കൊടുക്കുന്നില്ല, പക്ഷേ വൈബ്രേഷൻ പോസിബിളാണ്. അങ്ങനത്തെ ഒരു കേസിലാണ്. അപ്പോൾ വൈബ്രേഷണൽ സ്ട്രക്ചറിന് വ്യത്യാസമൊന്നും വരുന്നില്ല, പക്ഷേ റൊട്ടേഷണൽ സ്ട്രക്ചറിന് വ്യത്യാസം വരുന്നുണ്ട്. എല്ലാ റൊട്ടേഷണൽ ഫൈൻ സ്ട്രക്ചറും അവിടെ നശിപ്പിക്കപ്പെടുകയാണ്, പക്ഷേ വൈബ്രേഷണൽ സ്ട്രക്ചറിന് കോവൽ സ്ട്രക്ചറിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. നമ്മളതിന് വൈബ്രേഷൻ ടൈമിനേക്കാൾ ഫാസ്റ്റായിട്ടാണ് നടക്കുക, നമ്മളതിന് ക്രോസ് ഓവർ എന്ന് പറയും. അങ്ങനത്തെ കേസിലാണ് എന്ത് വരിക, കണ്ടിന്യൂവം വരിക. അല്ലാത്ത പക്ഷം വൈബ്രേഷണൽ ടൈമിനേക്കാൾ സ്ലോ ആയിട്ടാണ് നടക്കുക. ഇനി അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഈ സ്പെക്ട്രം കുറച്ച് ബ്ലർഡായിട്ട് കാണും. എവിടെയാണോ ആ ഇൻ്റർസെക്ഷൻ നടക്കുന്നത് അവിടെ ബ്ലർഡായിട്ട് കാണും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഇവിടെ റിപ്പീറ്റേഷനാണ്. ഇങ്ങനെ ലെവൽസ് നമ്മളുണ്ടായെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ബ്ലർഡ് റീജിയൺ കാണുന്നത് ഏതായിരിക്കും, ഈ ഒരു ഇൻ്റർസെക്ഷൻ EFD ആ ഒരു ഭാഗത്തായിരിക്കും കാണാം. നമ്മളിതിൻ്റെ ഓരോ ലെവലിലും നമ്മൾ പേര് കൊടുത്തേക്കാണ്. ABCD EFGHI വരെ നമ്മൾ പേര് കൊടുത്തേക്കാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു നമ്മളിപ്പോൾ പഠിക്കുന്ന ട്രാൻസിഷൻ എന്ന് പറയുന്നത് ലോവർ സ്റ്റേറ്റിൽ നിന്ന് അപ്പർ സ്റ്റേറ്റ്, ഇതിപ്പോൾ അപ്പർ സ്റ്റേറ്റ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പർ സ്റ്റേറ്റ് മാത്രം, ലോവർ സ്റ്റേറ്റിൽ നിന്ന് ഒരു എക്സൈറ്റേഷൻ വരികയാണ്. അതിൽ ABC ഏതിൽ വേണമെങ്കിലും വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഒരു നോർമൽ വൈബ്രേഷൻ ഇലക്ട്രോണിക് സ്പെക്ട്രം എങ്ങനെയാണോ ഉണ്ടാവുന്നത് അതേപോലെ തന്നെ നടക്കും. അതിൻ്റെ ഉള്ളിൽ റൊട്ടേഷണൽ ഫൈൻ സ്ട്രക്ചേഴ്സ് ആയിരിക്കും, വൈബ്രേഷണൽ കോവാൾട്ട് സ്ട്രക്ചറിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ നമ്മൾ സാധാരണ പഠിച്ച എല്ലാവിധ കേസുകളും ABC, ഇതിൽ ABC എന്ന് പറയുന്ന ലെവലുകളിലേക്കാണ് എക്സൈറ്റേഷൻ നടക്കുന്നത് വെച്ചെങ്കിൽ അതേപോലെ തന്നെ നടന്നോളും. പക്ഷേ അതേസമയം DEF അതിൻ്റെ സമയത്താണ് ഇതിൻ്റെ പ്രത്യേകത, അവിടെ ഒരു ഇൻ്റർസെക്ഷൻ വരുന്നുണ്ട് രണ്ട് എക്സൈറ്റഡ് സ്റ്റേറ്റുകൾ തമ്മിൽ. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്ത് സംഭവിക്കുക, ക്രോസ് ഓവർ സംഭവിക്കുക, അല്ലെങ്കിൽ എന്ത് സംഭവിക്കുക, പ്രീ ഡിസോസിയേഷൻ സംഭവിക്കുക. അതിനുശേഷം അത് ഡിസോസിയേറ്റ് ചെയ്ത് പോകും. അതേ സമയത്ത് നമ്മൾ GH IJ അതുപോലെ ഹയർ ലെവൽസാണ് പോകുന്നത് വെച്ചാൽ എന്ത് സംഭവിക്കും, സാധാരണ പോലെ ലോവറിൽ വന്ന ABCയിൽ വന്ന പോലെ തന്നെ നോർമൽ വൈബ്രേഷൻ ഇലക്ട്രോണിക് സ്പെക്ട്രം നടക്കും. റൊട്ടേഷൻ ഫൈൻ സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ഈ റൊട്ടേഷൻ ഫൈൻ സ്ട്രക്ചർ ഇല്ലാത്ത കേസാണ് പ്രീ ഡിസോസിയേഷൻ്റെ കേസ്. അപ്പോൾ എക്സ്ട്രീം എൻഡ്സിൽ വൈബ്രേഷണൽ മോഷൻ ഉണ്ടായിരിക്കും. ഇടയിലുള്ള സാധനങ്ങളിൽ റൊട്ടേഷണൽ സ്ട്രക്ചർ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. പിന്നെ അതിൻ്റെ ഒന്നും കൂടെ ഒരു ഗ്രാഫാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഗ്രീൻ ലൈൻസ് കൊടുത്തിട്ടുള്ളതൊക്കെ നോർമൽ ഇലക്ട്രോണിക് വൈബ്രേഷണൽ സ്പെക്ട്രൽ ലൈൻസ് കിട്ടും. സാഫ്രോൺ അല്ലെങ്കിൽ ആ യെല്ലോയിഷ് കളറുള്ള ആ ലൈൻ നടക്കുന്ന സമയത്ത് പ്രീ ഡിസോസിയേഷൻ നടക്കും, ക്രോസ് ഓവർ നടക്കും. അപ്പോൾ അതാണ് ഡിസോസിയേഷനും പ്രീ ഡിസോസിയേഷനും.